നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചും UDF കൺവീനർ അടൂർ പ്രകാശ്. വോട്ടെടുപ്പ് ദിനത്തിലെ പരാമർശം കോൺഗ്രസിനെ വെട്ടിലാക്കിയതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിഞ്ഞു. എന്നാൽ UDF കൺവീനറുടെ പ്രതികരണം LDF ആയുധമാക്കി. അടൂർ പ്രകാശ് പറഞ്ഞത് UDFന്റെ രാഷ്ട്രീയമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. വോട്ട് ചെയ്ത ശേഷം രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MP നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ ശേഷവും മുന്നണി കൺവീനറിൽ നിന്നുണ്ടായ ദിലീപ് അനുകൂല പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം രാഷ്ട്രീയ വിവാദമായി മാറി. പ്രതികരണം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പൊടുന്നതിനെ തന്നെ അടൂർ പ്രകാശിനെ തള്ളി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുണ്ട്. ആ ചാർജ് ഷീറ്റിലെ ഗൂഢാലോചനാ ഭാഗം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് പരാജയം ഉണ്ടായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും കിട്ടിയ രാഷ്ട്രീയ അവസരം ഉപയോഗപ്പെടുത്തുക ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി മുതലുള്ള ഇടതു നേതാക്കൾ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങി മലക്കം മറിഞ്ഞു. ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും, നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും. ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, അത് തന്നെ പറഞ്ഞു. അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അടൂർ പ്രകാശിനെ പരസ്യമായി തിരുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.